ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ജയിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ തളച്ചിട്ട് ശ്രീലങ്ക. മത്സരം സമനിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് ശ്രീലങ്കയെ ഓൾ ഔട്ടാക്കി. 213 റൺസ് ലീഡുണ്ടായിരുന്ന ഇന്ത്യ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയെ വീണ്ടും ബാറ്റിംഗിനയച്ചു. എന്നാൽ ആ ഒരു തീരുമാനം ഇന്ത്യയുടെ ജയം ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നാലാം ദിനം 6 വിക്കറ്റ് നഷ്ടപ്പെട്ട ശ്രീലങ്ക 5-ാം ദിനം ഓൾ ഔട്ട് ആവാതെ പിടിച്ചു നിന്നു. അവസാന ദിനം 264 ബോളുകൾ ഫേസ് ചെയ്ത് 133 റൺസ് നേടി നോട്ട് ഔട്ടായി നിന്ന് സൊനാൽ ദിനുഷ ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ചു. കൂടെ കെസാര നുവാന്ത 150 ബോളുകൾ ഫേസ് ചെയ്ത് 46 റൺസും നേടി. ഇരുവരും ചേർന്ന് 242 പന്തുകളാണ് ഔട്ടാവാതെ നേരിട്ടത്. അവസാന ദിനം വെറും 3 വിക്കറ്റുകൾ വീഴ്ത്താൻ മാത്രമേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. മോശം ബോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. 3 വിക്കറ്റ് വീതം മനോജ് സുധറും രവീന്ദ്ര ജഡേജയൊക്കെ നേടിയെങ്കിലും ശ്രീലങ്കയെ ഓൾ ഔട്ട് ആക്കാനോ ഇന്ത്യക്ക് ജയിക്കാനോ സാധിച്ചില്ല. 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ സൊനാൽ ദിനുഷയാണ് കളിയിലെ താരം. എന്നാൽ 1-0 ലീഡിൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. മലയാളി താരം ദേവദത്ത് പടിക്കലിനാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ലഭിച്ചത്. നിസാരമായി ജയിക്കാമെന്നും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ്സ് ടേബിളിൽ മുന്നോട്ട് കടക്കാമെന്നും ഒക്കെ വിചാരിച്ചത് തെറ്റി. ഗില്ലിന്റെയും ഗംഭീറിന്റെയും തീരുമാനം തന്നെ അടപടലം തെറ്റി എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ മത്സരം ഇന്ത്യ സമനിലയിലേക്ക് പോയത് എന്ന് നിങ്ങൾ തന്നെ പറയൂ.